എനിക്ക് ചോദിക്കാനുള്ളത് ഇടതുപക്ഷത്തിനോടും UDF-നോടും BJP-നോടാണ് ചോദിക്കുന്നത്. ഇതാ എൻ്റെ ഈ ഇടത്തെ ഭാഗത്താണ് ഓവാലം. ഈ ഓവാലത്തിൽ നിന്ന് വെള്ളം നിറഞ്ഞിട്ടാണ് ഇവിടെയൊക്കെ വെള്ളം കയറാൻ നിൽക്കുന്നത്. പുഴയിൽ വെള്ളം നിറഞ്ഞിട്ടല്ല ഇവിടെ ഉള്ളത്. ഇവിടെ എന്ത് വികസനമാണ് കൊടുക്കുന്നത്. പിന്നെ BJP-ക്കാർ, ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ പറഞ്ഞത്, BJP-ക്കാർ കേന്ദ്രത്തിൻ്റെ ഫണ്ട് കേരളത്തിന് കൊടുത്തെങ്കിലും അവർ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അത് കൊടുത്തിട്ടില്ല നമ്മൾ ഡെയിലി പത്രത്തിൽ വായിക്കണം. ഓല പൊന്തിച്ച് പറയല്ല. പക്ഷേ വേറെ കാര്യമാണ്, ഇവിടെ വികസനം കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ വികസനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ എന്താണ് കൈപ്പിനിയിൽ പെട്ടെന്ന് പിന്നെ പാലം ഉണ്ടായിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ചെയ്തിട്ടില്ല എന്നല്ല. പക്ഷേ വേറെ ഒരു കാര്യം പറയണത്, ജനങ്ങളെ കുതിരാക്കണ വാർത്ത പിന്നെ ചെയ്യരുത്. ഇവിടെ ജനങ്ങളെ കൈതാക്കരുത്. ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഇങ്ങളൊക്കെ പാർലമെൻറ്റിൽ പോയിട്ടും നിയമസഭയിൽ പോയിട്ടും സംസാരിക്കുന്നത്. അതിൻ്റെ ശമ്പളം ഞങ്ങളെ വിയർപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ ശമ്പളം വാങ്ങുന്നത്. പക്ഷേ നിങ്ങൾ ഇടതും വലതും തിരുവനും വർത്തമാനം പറയണത്. ഇവിടെ ഒരു വികസനം കൊണ്ടുവരാൻ പറ്റിയിട്ട് വേറെ ഇടതും വേണ്ട വലതും വേണ്ട UDF-ഉം വേണ്ട. നല്ലൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതായാലും ആര് ജയിച്ചാലും ആര് പരിശോധിച്ചാലും ഒരു 3000-3500 വോട്ടിന് ആരായാലും കാര്യപ്പെട്ട ആൾക്കാർ തോൽക്കാൻ പോകുക എന്ന് ഞാൻ അവിടെ പറയാം. അത് പൊതുജനത്തിന്റെ ഒരു വികാരമാണ്. ഒരു ചോദ്യം കൂടി ഒരുമിച്ച് മറുപടി പറയാം, അല്ലെങ്കിൽ ഓരോ ചോദ്യത്തിനെയും മറുപടി പറഞ്ഞ് നീണ്ടുപോകുന്നു. അതുകൊണ്ടാണ് പറയാനുള്ള ചോദ്യങ്ങൾ ഒരുമിച്ച്. എൻ്റെ ചോദ്യം നമ്മളെ KT ജലീലിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട എടപ്പാളുകാരനായ നമ്മളെ കോൺഗ്രസിൻ്റെ സുഹൃത്തിനോടാണ്. സുഹൃത്ത് ഇവിടെ പറഞ്ഞു BJP-യുമായിട്ട് കൂട്ടുകൂടിയെന്നില്ലേ. എൻ്റെ കുട്ടിക്ക് ഏതാണ്ട് ഒരു 30-32 വയസ്സുണ്ടാവുള്ളൂ. 991 ലോകസഭാ തെരഞ്ഞെടുപ്പ്, അവിടേക്ക് നമ്മളൊന്ന് കടന്നു പോകുക. ഗിരീഷ് മേക്കാടിൻ്റെ പാർട്ടിക്കാണ് അവിടെ സീറ്റ് കൊടുത്തത്, അഡ്വക്കേറ്റ് രക്തസിംഗ് സിംഗ്. ബേപ്പൂരിൽ അംസാക്കാരെ തോൽപ്പിക്കാൻ മാധവൻകുട്ടി, അങ്ങനെ 2 ആളുകൾക്ക് വോട്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞു പോയ കഥ. ഇപ്പം അടുത്ത് ഈ കുട്ടീൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിടത്തോളം താവന്നൂരാണ്, അല്ലേ? താവന്നൂർ മണ്ഡലം നിങ്ങൾ താവന്നൂർ മണ്ഡലത്തിൽ KT ജലീലിനെ തോൽപ്പിക്കാൻ എൻ്റെ സുഹൃത്തായ ഗിരീഷ് മേക്കാടിൻ്റെ പാർട്ടിയുടെ വോട്ട് വരെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കണക്ക് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ വികസനത്തിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. വന്ന വഴിയൊക്കെ ഓർമ്മ വേണം. അദ്ദേഹം PSMO കോളേജിൽ ആരായിരുന്നു എന്നൊക്കെ ഞാൻ പറയട്ടെ. ഇപ്പൊ വികസനത്തിലെ കാര്യം തന്നെ പറയല്ലേ. ഈ കൂട്ടത്തിലിരിക്കുന്ന പല ആളുകളും എടക്കര ഹൈസ്കൂൾ പഠിച്ച ആളുകളാണ്. ഇപ്പോൾ മരിച്ചുപോയ BB പ്രകാശൻ അടക്കം പഠിച്ച എടക്കര ഹൈസ്കൂളാണ്. ഒടിഞ്ഞ ബെഞ്ചും പൊട്ടിയ വയറുമായിട്ട് പഠിച്ച ആളുകളുണ്ടാവും. ഈ ഉമ്മറാക്കാനെ പോലത്തെ പ്രായമുള്ള ആളുകൾ. ഇന്ന് എടക്ക സ്കൂളൊന്ന് പോയി നോക്കി. ഉച്ചക്ക് വെള്ളം നിറച്ച ചോറ്, സ്കൂൾ തുറന്നിട്ടില്ല, ബുക്ക് വീട്ടിലെത്തി. മറ്റത് ഓണപ്പരീക്ഷ വന്നിട്ടേ ബുക്കെത്തുള്ളൂ, അല്ലേ? ഇനി അങ്ങോട്ട് നോക്കി ലൈറ്റ് കണ്ടത് അല്ല. ഞങ്ങള് തുറക്കുന്നത് ബാറല്ല. 9 വർഷം പ്രിയപ്പെട്ട യൂസഫ് ഖാ, ഞങ്ങൾ സ്കൂളാണ് എന്ന് പറഞ്ഞവരാണ് ഇവർ. ഒരു കറുത്ത മനുഷ്യൻ, ചൊറക്കില്ലാത്തൊരു മനുഷ്യൻ. അതായത് എൻ്റെ മനസ്സിൽ എൻ്റെ പിതാവിനേക്കാൾ സ്നേഹിക്കുന്ന ഇടുക്കിയുടെ ചക്രവർത്തി മണിയാസാൻ, അയാൾ കേരളത്തിലെ വൈദ്യുതി മന്ത്രി ആയതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഇരുത്തില്ല. ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? പൊതുവായ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുകയാണ്. അടുത്ത ചോദിക്കാനുണ്ടോ? ഒറ്റ സെക്കൻഡ്, 2-3 ചോദ്യം എടുത്ത് ഒരുമിച്ച് നമുക്ക് മറുപടി പറയാം. പ്രതിനിധിയോട് ചോദ്യം. ഇപ്പം നിങ്ങൾ പറഞ്ഞ 4 വർഷത്തെ വികസന ഡയറി വെച്ചാണ് ഇവിടെ മത്സരിക്കുന്നതെന്ന് പറഞ്ഞത്. 2 ടൈമായിട്ട് LDF-ന്റെ പ്രതിനിധിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. സഖാവ് കുഞ്ഞാലിയുടെ മണ്ണിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ട് അരിവാൾ ചുറ്റിക മനുഷ്യത്വത്തിൽ മത്സരിക്കാൻ? ശരി, ഒരു ചുരുക്കി പറയണം, ചോദ്യമായിട്ട് തന്നെ ചോദിക്കണം. കേരളത്തിലെ ഇടതുപക്ഷത്തിന് സ്വതന്ത്രമാർ മത്സരിച്ചില്ല. ഇപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ പ്രധാനമായിട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ കോൺഗ്രസ്സുകാരുടെ പേടി, ഞങ്ങളിൽ നിന്ന് ആര് പോകുന്നില്ല പേടിയുടെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ പേടിക്കണ്ട, കിണ്ണം കാച്ചിയ സ്ഥാനാർത്ഥിയെ നാളെ 5 മണിക്ക് സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിക്കും. നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾ തോറ്റാൽ മതി, അത്രമാത്രമേ. പിന്നെ ഒരു ചോദ്യം, ഇവിടെ പ്രളയം പറഞ്ഞു. പ്രളയത്തിനകത്ത് ഞങ്ങൾ ഏറ്റവും പ്രളയത്തിന് കഴിഞ്ഞ പ്രാവശ്യം കവളപ്പാറ അനുഭവിച്ച ഒരാളുകളാണ്. ഇവിടുത്തെ MP ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വയനാട്ടിൽ പ്രളയം. MP ഒറ്റ രൂപ സംഭാവന ചെയ്യാത്ത MP ആണ് കേരളത്തിനകത്ത് രാഹുൽ ഗാന്ധിയും പെങ്ങളും. നിങ്ങൾക്ക് എന്ത് സംഭാവനയാണ് ഈ പ്രളയത്തിനകത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നന്നായി. എനിക്ക് തോന്നുന്നത് കോവിഡ് കാലത്ത് പ്രിയപ്പെട്ട സുഹൃത്ത് ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു നിയോജക മണ്ഡലത്തിൽ
പ്രളയവും കോവിഡും സമയത്ത് അല്ല, പ്രളയത്തിന്റെയും പ്രളയത്തിന് സഹായമായി എംപിമാരുടെ പണം കൊടുക്കണമെന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തത് പോലും കൊടുത്തില്ല എന്നാ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അതാ ചോദ്യം. അതാ ചോദ്യം. അല്ല, നിരവധി ആളുകൾക്ക് ചോദ്യങ്ങളുണ്ട്. ഒരു നിമിഷം, ഒറ്റ നിമിഷം, സുഹൃത്തുക്കൾ ധാർപ്പായ കെട്ടിയിട്ടാണ് കവളപ്പാറയിൽ നിങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇന്നും ധാർപ്പായ കെട്ടിയിട്ടാണ് സുഹൃത്തെ ജീവിക്കുന്നത്. ആദിവാസികളെ വെടിവെച്ച് കൊന്നവരായി വർത്താനം പറയുന്നത്. ആദിവാസി ജനവിഭാഗത്തെ വെടിവെച്ച് കൊന്നവരാണ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്ന് വെടിവെച്ച് കൊന്നവരായി വർത്താനം പറയുന്നത്. വെടിവെച്ച് കൊന്നു എന്ന് പറയുന്ന ഈ ആദിവാസി ജനവിഭാഗത്തെ പോലീസിനെ സുധാകരന്റെ ഗുണ്ടകളെ ഇറക്കി വെടിവെച്ച് കൊന്നവരാ. ഇനി സംശയമുണ്ടെങ്കിൽ നരിവേട്ട സിനിമയുണ്ട്. നരിവേട്ട സിനിമ 3 പേർക്ക് സമയം തരാം. ഗീതാനന്ദന്റെ ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോ. ക്യൂല മറ്റോ വന്ന ചർച്ച ഇതൊക്കെ ഒന്ന് കേൾക്കണം. അതിൽ പറയുന്നുണ്ട് എന്താണ് ഒറ്റ നിമിഷം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇങ്ങനെ